ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാവുന്ന വൈകുന്നേരത്തിനുള്ളൊരു മധുരം വെച്ചിട്ടുള്ള സ്നാക്കാണ്. അതായത് നമ്മൾ അട എന്നൊക്കെ പറയില്ലേ, പൂവട അട എന്നൊക്കെ. ആദ്യം നമുക്ക് അതിനുള്ള മധുരം റെഡിയാക്കാം. ആദ്യം ഒത്തിരി മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ നെയ്യിലിട്ടാൽ മൂപ്പിച്ചെടുക്കുക. അന്നേരം പിന്നെ തേങ്ങ ചരണ്ടിയിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. നന്നാക്കി മിക്സാക്കുക. അന്നേരം മൈദപ്പൊടി നന്നായിട്ട് നമ്മൾ നെയ്യ് നന്നായി ചൂടാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മൈദപ്പൊടി ഒന്ന് ആദ്യം കുഴക്കുക. ഇത്തിരി വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ടൈറ്റിൽ കുഴക്കണം കേട്ടോ, ലൂസാക്കരുത്. ടൈറ്റിൽ കുഴച്ചിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് ഇതാക്കാൻ വെക്കുക, പുറത്ത് വെക്കുക. അങ്ങനെ നന്നായിട്ട് കുഴക്കണം. ഇത് കുഴ ചെല്ലുമ്പോൾ അതിന് ഇത് വരും, നല്ല ക്രിസ്പ് ഉണ്ടാവും. പൊട്ടും ഇങ്ങനെ തിന്നുമ്പോൾ നമ്മൾ കറുമുറ് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഈ ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടാക്കില്ലേ, മായത്തെ ടേസ്റ്റ് തന്നെയാണിത്. ഇത് മധുരമാണെന്നുള്ളൂ. അത് മറ്റേത് നമ്മൾ ഇതിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഉണ്ടാക്കില്ലേ, ബീഫിൻ്റെ ഒക്കെ മായത്തെ നല്ല നമ്മൾ തിന്നുമ്പോൾ കറുമുറും ഒക്കെ പറയും. നല്ല ടേസ്റ്റ്. അത് ചായക്ക് ഒക്കെ എല്ലാവർക്കും കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയത്. ഇപ്പോൾ ആരും ഉണ്ടാക്കണം അങ്ങനെ കാണുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻസൊക്കെ അറിയിക്കട്ടാ. അടിപൊളി സ്നാക്കാണ്, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. പക്ഷേ നെയ്യ് വേണമെന്നോ, നെയ്യ് ചേർക്കണം. നെയ്യ് ചേർക്കുമ്പോഴേ അതിങ്ങനെ ക്രിസ്പ് കിട്ടുള്ളൂ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി സോഡാപ്പൊടി കുഴക്കുമ്പോൾ അതിട്ട് കൊടുക്കുക. ഏകദേശം നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാനുള്ളൂ. പിന്നെ ഇതൊന്നും അമർത്തേണ്ട ആവശ്യമില്ല. പിന്നെ പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് പരത്തേണ്ട എളുപ്പത്തിന് വേണ്ടിയാണ് പ്രസ്സം വെച്ചിട്ട് ഇത് അമർത്തിയിട്ട് പിന്നെ ഓയിൽ ഇങ്ങനെ മുക്കിയിട്ട് പൊരിച്ച് കൊടുക്കുക. തുള്ളി ഓയിൽ മതി. ഓയിലൊന്നും കുടിക്കുകയില്ല തീരെ. നല്ല രസമുള്ളൊരു സ്നാക്കാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുടുംബക്കാർക്ക് അയൽവാസികൾക്കൊക്കെ അയച്ചു കൊടുക്കി. ജലദോഷം പിടിച്ചിട്ട് സംസാരിക്കാനൊന്നും വയ്യ ശരിക്കും. നല്ല തണുപ്പാണ് ഇവിടെ. എന്നാൽ അടുത്ത വ്ളോഗിൽ വേറെ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി, ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നല്ല രസമുണ്ട്. ഫ്ലോപ്പ് ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയോണ്ടേ.